അത് തന്നെ എപ്പോഴുള്ള കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് ക്യാമറ ഉണക്കുമ്പോൾ അവളുടെ ഒരു അത് പിന്നെ ഇത്ര ഒരു വലിയ ബ്രഹ്മാണ്ടം ഫ്ലോപ്പ് കൊണ്ട് നിർത്തിയിട്ടേക്കാണ്. എന്ത് 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 എവിടെ? ഹലോ, ഞാൻ കോളേജിലാണ്. ഉച്ചയായി. ഇന്ന് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നേ. രാവിലെ ഫസ്റ്റ് പീരീഡിൻ്റെ സമയത്ത് ഇതുപോലെ മഴ പെയ്തു. പിന്നെയും വെയിൽ വന്നു. ഇപ്പം ഇത്രയും സമയം വെയിലായിരുന്നു, ഇപ്പോഴത്തെ പിന്നെയും മഴ. പ്രകൃതിയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ലെന്നേ. എപ്പോൾ മഴ എപ്പോൾ വെയിൽ ഇതൊന്നും പറയാൻ പറ്റില്ല. തമാശയാക്കണോ? ഞാൻ എപ്പോൾ ഷൂ ഇട്ടാലും ഒന്നും മഴ. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ചോണം. അയ്യോ അയ്യോ അയ്യോ, ഇതിനെപ്പോൾ തോരുമുണ്ടോ? ഇതുണ്ട് ഭയങ്കര മഴ. എൻ്റെ റോഡ് കാണാൻ പറ്റാത്ത പോലത്തെ മഴയാണ്. വലിയ മരങ്ങളൊന്നും ഇല്ലാത്ത നിർത്താൻ പറ്റുന്ന നിർത്തുന്നത് എന്തിനാ? വീട്ടിൽ പോയിക്കൂടെ ആ സമയത്തിന്? നമ്മൾ വയനാട്ടിൽ വന്നപ്പോൾ ഇതിനേക്കാളും പ്രശ്നമായിരുന്നു. ഉരുളൊട്ടിയ സമയത്ത് ഓർമ്മയുണ്ടോ? വണ്ടി ഇറങ്ങിയത് വെറുതെ ആയല്ലേ? ഉച്ച വരെ വെയിലായിരുന്നേ. ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാവാണ്. നിങ്ങൾക്ക് ഇവിടെ മഴ പെയ്തോ? നല്ല മഴയായിരുന്നു, നല്ല മഴയും കാറ്റും. ഇന്നോ വലിയ മഴ. ഇത്രയും ഭാഗത്തേക്ക് മഴ ഇല്ലേ? പെയ്ത് പോയതാണ്. കോള് നമ്മളെ കോളേജില്ലേ, അതിൻ്റെ അവിടെ ആയിരുന്നു കോള്. ഇവിടെ നേരത്തെ പെയ്ത് പെട്ടെന്ന് മഴ നിന്നു. ആ, ഞാനതാ വിചാരിച്ചേ. ഒരു ഇൻഫോം ഒന്നുമില്ല. വരുന്നത് അറിയത്തില്ല, പോകുന്ന അറിയത്തില്ല. മറ്റേ മഴ ചാറി ചാറി വരും, അതുപോലെ മെല്ലെ മെല്ലെ നിൽക്കും. ഇത് സഡൻ ബ്രേക്ക് ഇട്ടതാണ്. ഞങ്ങളങ്ങോട്ട് നല്ല മഴയായിരുന്നു. നമ്മളവിടെ മഴ പെയ്തു, കാറ്റുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വെയിൽ വന്നു. കുറച്ച് നേരത്തേക്ക് വെയിൽ വന്നത് ഇങ്ങനെ കാർമേഘം കെട്ടി ഇപ്പം പിന്നെ മഴയായി. എന്നാലും അവിടെ ഫ്രഷേഴ്സ് ഡേ നടക്കും. ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഇപ്പോൾ പോയിട്ടുണ്ടാവും, പണിയിട്ടുണ്ടാവും. മഴയത്തെല്ലാം നനഞ്ഞ് കുളിച്ച് പോയിട്ടുണ്ടാവും. ചെണ്ടോട്ടം ബഹളമൊക്കെ ആയിരുന്നു അവിടെ. ഒരുപാടൊന്നും ചേർത്തില്ല. എനിക്ക് ഇടവഴി കൂടെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത്ര ഇപ്പുറത്ത് ഒരു വലിയ ബ്രഹ്മാണ്ടം ഫ്ലോപ്പ് കൊണ്ട് നിർത്തിയിട്ടേക്കാണ്. എന്ത് 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 ഒരു അത് മാറ്റി വരണം. എവിടെ? കൊണ്ട് ട്രാവലർ ഇട്ടേക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് വന്നത്. ഈ റോഡ് സൈഡിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് പാർക്ക് ചെയ്യുന്നവർക്ക് അറിയണ്ടല്ലോ. അത്രയും വലിയ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയി. അതുണ്ടോ? അതുണ്ട്. അവിടുന്ന് വേറെ സ്കൂൾ ബസ് വരുന്നുണ്ടല്ലോ. അല്ലല്ല, ചെറുതാ. തല പുറത്തല്ല. നിനക്കിത് വല്ലതും അറിയണോ ഷെബ?
നിനക്ക് ഇതെല്ലാം അറിയണോ സെവാൻ ചോദിച്ചാൽ അവളോട്. നിങ്ങൾ സൂചിച്ച് കിടന്നാൽ പോരെ നിനക്ക്. ബ്ലോക്ക് ആയാലെന്താ? പുറകിനെ ട്രാവലർ വലിയ വണ്ടി എങ്ങനെ അത് ഈ സമയമായി കഴിഞ്ഞാൽ ഭയങ്കര പാടാ. ഈ സ്കൂൾ വണ്ടികളെല്ലാം കൂടെ വന്നിട്ട് നമ്മൾ മറ്റേ നേരത്തെ ഇവിടുന്ന് വിട്ടു പോകുന്നതല്ല, നമ്മൾ ഇത്രയും കൊണ്ട് പോകും. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് പാസ് ചെയ്യും. ഭയങ്കര മൂച്ചാട്ടോ നിനക്ക്, മൂച്ചിപ്പെണ്ണെ. ഇതെന്താ ട്രാവലറുടെ ഘോഷയാത്രയോ? വണ്ടിയുടെ റോഡ് സൈഡ് പാർക്ക് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ലേ? ഒന്നാം റോഡിന് വീതിയേ ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് മേടിച്ചു പോയി. ഇതിന് വണ്ടി ഓടിക്കാൻ തീരുന്നു. ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ മാറ്റി. അപ്പോൾ ഇത് ഈ ടേബിളിൽ ടിഷ്യൂ പേപ്പറാണേ, ഇതെടുത്ത് കളിക്കുന്നതാണ്. ഇടി കള്ളി, ക്യാമറ ഓണായപ്പോൾ നീ എന്താണ് നോക്കാതെ? എന്തൊരു കള്ളിയാണ് നീ. ഇത്ര നേരം ഇതുകൊണ്ട് എന്തൊരു കളിയായിരുന്നു. ക്യാമറ ഓണാക്കിയപ്പോൾ നിനക്ക് എന്താ കളിക്കാൻ പാടില്ലാത്ത എന്തൊരു കള്ളിയാടി നീ. ഇടി എന്നാ ഇത് നീ വെറും കള്ളിയാട്ടോ സെബ, നീ ഇങ്ങനെ ആവാൻ പാടില്ല. എന്ത് ഇത്ര നേരം നീ ഇതുകൊണ്ട് എന്നാ കളിയായിരുന്നു? നീ ഇളക്കൂടിയാ നീ 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 എൻ്റെ അടുത്താണോ വേറെ ഇറക്കണേ? ഇത്ര നേരം നീ കളിച്ച കളിക്ക് ഇപ്പം നിനക്ക് എന്താ പറ്റിയത്? അത് തന്നെ എപ്പോഴുള്ള കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. ക്യാമറ ഓണാക്കുമ്പോൾ അവളുടെ ഒരു അത് ഓ എൻ്റെ പൊന്നോ. ആ ടിഷ്യൂ പേപ്പർ മൊത്തം പുറത്തിട്ട് നോക്ക്. ഇതാ അവിടെ വാ നോക്ക് കാണിച്ചിട്ടേക്കുന്നു. ടിഷ്യൂ കിട്ടിയത് അതെ, ആ മേശപ്പുറത്തിരുന്നത്, ആ മേശപ്പുറത്തിരുന്നത്. മേശപ്പുറത്തിരുന്നതാ. അത് മേടിച്ചു ഇല്ല. കുത്തുക്കേടുണ്ടല്ലോ, ഈ ടിഷ്യൂ ആരാ നശിപ്പിച്ചത്? അതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ക്യാമറ ആണെങ്കിൽ ഇപ്പോൾ ഇളക്കില്ല കേട്ടോ. പിന്നെ പിന്നെ പിന്നിട്ട് ഇളകി കഴിഞ്ഞപ്പോൾ അത് പിന്നെയും തുടങ്ങി. ബെഡ്ഷീറ്റ് ഒരിക്കലും അതിനകത്ത് ബെഡ്ഷീറ്റ് തന്നെ അടിക്കുന്നൊന്നുമില്ല. നീ അത് നശിപ്പിച്ചില്ലേ? ബാക്കിയുള്ളത് എടുത്തോണ്ട് കൊള്ളത്തില്ല. അവിടെ എന്താണ് എന്ത് പ്രാണിയാണ്? എന്ത് പ്രാണി? വലിയ ചെരുപ്പുണ്ടോ? ചെരുപ്പോ? അതാടോ. എന്തിനാ ഈ കട്ടിലോട്ട് ചാടുമെങ്കിൽ പേടിയാ. അത് കടിക്കുന്നില്ല, അതെന്തോ കടിക്കുന്ന സാധന. കടന്നല് പോലെ. എവിടെ പ്രാണി? ഇതാ എടുക്കടാത്. ഇതാ മറിയാ
കിട്ടിയോ ടിഷ്യൂ ടിഷ്യൂ എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ഉപകരണമുണ്ട്. പാതി വെളിച്ചത്തിലൂടെ ഞാൻ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം ഇവിടെ ഈ ജനലിലൊരു പ്രാണി വന്നിരുന്നു. അതെവിടെ വന്നിരുന്നു ഞാൻ കണ്ടിട്ടില്ല. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പം അമ്മ അതിനെ തല്ലി, ചെരുപ്പെടുത്ത് തല്ലി. അപ്പം എനിക്ക് ഈ പ്രാണി എന്തോരം ഉണ്ടെന്നോ ഈ പ്രാണിയുടെ ഈ രൂപമാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പേടിയുണ്ട് എനിക്ക്. അതിപ്പോൾ കാണുന്നവർക്കായാലും പേടിയുണ്ടാവും കേട്ടോ. ഞാൻ അതല്ല പറഞ്ഞത്, കാണുന്നവരെക്കാൾ ഒരു പടി മുകളിൽ എനിക്ക് പേടിയുണ്ട്. കാരണം ഈ പ്രാണിയെ ഞാൻ അമ്മയോട് ചോദിക്കുന്നില്ലേ, കിട്ടിയോ എന്ന് ചോദിക്കുന്നില്ലേ. അതാണ്, അത് കിട്ടിയോ കിട്ടിയില്ലെന്നറിയില്ല. അടി കൊണ്ട് വീണോ എന്ന് കാണാൻ പറ്റില്ല. അടിക്കുന്നത് മാത്രം കാണാം. ഈ പ്രാണിക്ക് അടി കിട്ടിയോ, പ്രാണി അടി കൊണ്ട് വീണോ എന്നുള്ളതൊന്നും എനിക്ക് കാണത്തില്ല. അപ്പോൾ കിട്ടിയോ എന്ന് ചോദിക്കുന്നു. കിട്ടിയെന്ന് പറയുമ്പോൾ മാത്രമാണ് കിട്ടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴും ഞാൻ പേടിച്ചു പോയി. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.